ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കിണർ പണിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് വെള്ളം കാണുന്നത് വരെയുള്ള ചില കാഴ്ചകളാണ്. അങ്ങനെ കിണർ പണി തുടങ്ങിയിട്ട് 14ാമത്തെ ദിവസം കിണറിൽ വെള്ളം കണ്ടിരിക്കുന്നു. ഇത് കിണറിൽ വെള്ളം കണ്ടപ്പോൾ തന്നെ എടുത്തൊരു ചെറിയ വീഡിയോ ക്ലിപ്പാണ്. ഇത് കിണറിൽ വെള്ളം കണ്ടതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ചയാണിത്. അത്യാവശ്യം വെള്ളമെല്ലാം കിണറിലായിട്ടുണ്ട്. ഇത് കിണർ പണിയുടെ ആദ്യത്തെ ദിവസമാണ്. ഞങ്ങൾ ഇലക്ട്രിക്കൽ ഈ ഡ്രില്ലർ ഉപയോഗിച്ചിട്ടാണ് ആദ്യം പണിയെടുത്ത് നോക്കിയത്. അപ്പോൾ ഒന്നും നടക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ 2ാമത്തെ ദിവസം കല്ലുകൂട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നായകൻ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ. ഈ ഒരു ജാക്ക് ഹാമർ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ കിണർ 7 കോൽ വരെ കുത്തിയത്. ഈ ഏട്ടൻ്റെ പേര് ദേവ എന്നാണ്. അയാളുടെ വീട് കർണാടകയാണെന്നാണ് പറഞ്ഞത്. ഈ ഒരു കരിന്തളം പ്രദേശത്തുള്ള ഈ പാറക്ക് ഭയങ്കര കട്ടിയാണ്. എന്താ വെച്ചാൽ ബോക്സൈറ്റിൻ്റെ അളവ് കൂടുതലാണെന്നെല്ലാം പറയുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഭയങ്കര കട്ടിയാണ് ഈ പ്രദേശത്തെ പാറക്കെല്ലാം. ഞങ്ങൾ ടോട്ടൽ ഒരു 5 ദിവസമാണ് ബ്രേക്കർ അടിച്ചത്. അങ്ങനെ ബ്രേക്കറിൻ്റെ ആദ്യത്തെ ദിവസം ഉച്ചയാകുമ്പോൾ ഏകദേശം ഇത്രത്തോളം പണി നടന്നിട്ടുണ്ട്. കിണറിന് കിട്ടുന്ന കല്ലും മണ്ണും ഏകദേശം അത്രയ്ക്ക് ദൂരം കൊണ്ടിടാനുണ്ട് നമുക്ക്. കിണർ പണി കഴിയുമ്പോൾ ഏകദേശം നമ്മൾ കൊണ്ടിടുന്ന മണ്ണ് കിണറിൻ്റെ അടുത്ത് വരെ എത്തും. ഉച്ചഭക്ഷണത്തിന് ശേഷം കിണർ പണി ആദ്യം സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ബ്രേക്കർ അടിക്കുന്ന ആദ്യത്തെ ദിവസം കിണർ ഏകദേശം 1 കോൽ വരെ താഴ്ചയിലേക്ക് പോയിട്ടുണ്ട്. ഇത് ഈ ബ്രേക്കർ അടിക്കുന്ന 4ാമത്തെ ദിവസമാണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ കിണറിൽ ബ്രേക്കർ അടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. കിണർ 5-6 കോൽ താഴ്ന്നിട്ടുണ്ട്. കിണറിപ്പോൾ ഏകദേശം 7 കോൽ താഴ്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. പാറേൻ്റെ ഉറപ്പെല്ലാം ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള പണികളെല്ലാം പിക്കാസിലായിരിക്കും. ഈ 7 കോലാകുമ്പോഴേക്കും മണ്ണ് ഏകദേശം കിണറിൻ്റെ അടുത്ത് വരെ എത്താനായി. കിണറിൻ്റെ അടുത്ത് എത്താനാകുമ്പോൾ കിണറിൽ വെള്ളം കാണുന്നതാണ് അച്ഛൻ പറയുന്നത്. നമുക്ക് നോക്കാം. ബ്രേക്കറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം പരിപാടി മൊത്തം പിക്കാസിലാണ്. പാറേൻ്റെ കടുപ്പെല്ലാം കുറഞ്ഞു, നല്ല പതായിട്ടുണ്ട്. കിണറിപ്പോൾ 8 കോൽ താഴ്ചയിലേക്കായിരുന്നു. അപ്പോൾ പണിയിൽ ആൾക്കാർ കൂടി. കിളക്കാൻ 3 ആളായി. മുകളിൽ നിൽക്കുന്നത് ഞാനാണ്. ചില സമയങ്ങളിൽ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പണി ചില സമയങ്ങളിലെല്ലാം നിർത്തി വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ചെറിയ മഴ കഴിഞ്ഞിട്ടാകുമ്പം എടുക്കുന്ന പണിയാണ്. ഈ കാണുന്ന മണ്ണ് ഏകദേശം കിണറിൻ്റെ അടുത്തെത്താനാകുമ്പം വെള്ളം കാണും. ഞാനാണ് എന്നോട് പറഞ്ഞത്. നമുക്ക് നോക്കാം. കിണർ പണി അങ്ങനെ ലാസ്റ്റ് 11ാമത്തെ കോലായി. അങ്ങനെ കിണറിൽ 11ാമത്തെ കോലാകുമ്പം വെള്ളം കണ്ടു. ഇതാണ് കിണറിൽ കണ്ട വെള്ളം. അപ്പം തന്നെ വന്നിട്ട് ഈ വീഡിയോ എടുത്ത് കിണറിൽ.
മോളിൽ നോക്കാൻ വേണ്ട ഫോട്ടോത്തിൽ അങ്ങ് അയക്കാൻ വേണ്ട എമ്മ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല വെള്ളം കണ്ടു വെള്ളം കണ്ടിട്ടുണ്ട് മഴ പെയ്തില്ല പ്രസിഡന്റ് വിളിച്ചാൽ പോകണമെന്നറിയില്ല എനിക്ക് ഈ ഭരണം മാറിയ എന്റെ ഇതിലെ കളിയൊന്നും കളിക്കണ്ട ഇനി അടുത്ത 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടാ അമ്മാതിരി കളിയൊന്നും കളിക്കണ്ട വേണ്ടത് ചെയ്തോന്ന് കുമാരേട്ടന്റെ ഇത് വന്നു ഓർഡർ കിട്ടി. അങ്ങനെ കിണറിലെ വെള്ളം കണ്ടിട്ട് കിണർ പണി നിർത്തി. ഏകദേശം 11:30-12 കോലിനടുത്താണ് വെള്ളം കിട്ടിയത്. ഈ കാണുന്ന വീട്ടിലത്തെ നന്ദേട്ടനാണ് നമുക്ക് ആവശ്യമായ വെള്ളവും കാര്യങ്ങളും തന്ന് സഹായിച്ചത്. അങ്ങനെ കിണർ പണി കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളെ പണിയായുധങ്ങളായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോലെ അടുത്തപോലെ ഒന്നും കൂടി വന്നിട്ട് അത് ഒന്നും കൂടി താഴ്ത്തും. ഇപ്പോൾ കിണറിൽ നമുക്ക് പണിയെടുക്കാൻ പറ്റാത്തത്രയും വെള്ളമായിട്ടുണ്ട്. ഏകദേശം 2 കോലിൻ്റെ അടുത്ത് വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് തോളേരി മുത്തപ്പൻ മടപ്പുരയാണ്. എല്ലാ ദിവസവും അമ്പലത്തിൽ തെയ്യമുണ്ടാവും.